ഫ്രൈഡ് റൈസ് എല്ലാവർക്കും ഇഷ്ടമാണ്, പ്രത്യേകിച്ചും സെഷ്വാൻ ഫ്രൈഡ് റൈസ്. നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ ആ ടേസ്റ്റും ആ മണവും ഒന്നും ചിലപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ കിട്ടാറില്ല. നമുക്ക് തന്നെ തോന്നാറില്ലേ, ഇവരെങ്ങനെയാണാവോ ഇങ്ങനെ ഇത്രയും ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനൊരു മണം എങ്ങനെയാണ് വരണത് എന്നുള്ളത് നമുക്ക് തോന്നാറില്ലേ. എനിക്കും ശരിക്കും അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും സെഷ്വാൻ ഫ്രൈഡ് റൈസ് ഒന്നും വീട്ടിലുണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ ആ കറക്റ്റ് നല്ല ഹോട്ടൽ ടേസ്റ്റ് മണം ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ എടുക്കണ വെജിറ്റബിൾസ്, ക്യാരറ്റ്, ബീൻസ്, പിന്നെ ക്യാബേജ്, സ്പ്രിംഗ് ഓണിയൻ, അതൊക്കെ എടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ഇപ്പോൾ ആവശ്യമില്ല കേട്ടോ. പച്ചക്കറികളൊക്കെ നന്നായിട്ട് ആദ്യം കഴുകിയെടുത്തതിന് ശേഷം ഇത് ചെറുതായിട്ട് കട്ട് ചെയ്യാൻ എടുക്കണം കേട്ടോ. നമ്മൾ സാധാരണ ഫ്രൈഡ് റൈസിനൊക്കെ കട്ട് ചെയ്തെടുക്കൂലേ, അതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ പച്ചക്കറികൾ കട്ട് ചെയ്യാതെടുക്കാനാണ് സമയം പോകുന്നത്. കാരണം എല്ലാം ഇങ്ങനെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണ്ടേ. എല്ലാതും ഒരേ സൈസിൽ കട്ട് ചെയ്തെടുത്താൽ കൂടുതൽ നല്ലതാണ്. നമ്മൾ വഴട്ടുമ്പോൾ ഒരേപോലെ തന്നെ പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടുകയും ചെയ്യും. ബസുമതി റൈസ് ഒരു 20 മിനിറ്റ് നേരം കുതിർത്ത് വെച്ചതിന് ശേഷം വേവിച്ചെടുക്കണം കേട്ടോ. അത് നമ്മൾ സൈഡിൽ ചെയ്യണം. ചോറ് വേവിക്കേണ്ടതൊന്നും പിന്നെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മളത് ചോറ് വേവിച്ചിട്ട് എടുത്ത് വെച്ചാൽ മതി. സ്പ്രിംഗ് ഓണിയൻ്റെ അതുപോലെ തന്നെ വെള്ള ഭാഗവും പച്ചയും തനിയായിട്ട് അരിഞ്ഞെടുക്കണം. ക്യാബേജ് കുറേ വേണ്ട കേട്ടോ. അതിപ്പോൾ ഞാനിപ്പോൾ ഒരു 1/4 ഭാഗത്തിൻ്റെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. കാരണം ക്യാബേജ് കൂടിയാലും ഫ്രൈഡ് റൈസിൽ ആ ഒരു ക്യാബേജിൻ്റെ മണം മുമ്പിൽ നിൽക്കും. അപ്പോൾ എല്ലാ പച്ചക്കറികളും ഏതാണ്ട് ഒരേ അളവിൽ തന്നെ മതി. സ്പ്രിംഗ് ഓണിയൻ്റെ പച്ചയും അതുപോലെ വെള്ളയും തനിയായിട്ട് കട്ട് ചെയ്ത് മാറ്റണം. വെളുത്ത ഭാഗം വന്നിട്ട് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്യാനാണ് എടുക്കുക. പച്ച നമ്മൾ അവസാനം ഗാർണിഷ് ചെയ്യാനായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തനിയായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ പച്ചക്കറികൾ അരിയണ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാത്രം വെച്ചിട്ട് ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയാൽ മതി. പിന്നെ നമ്മൾ എല്ലാ പച്ചക്കറികളും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വഴറ്റണത് നല്ല ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വഴറ്റണം. നന്നായിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കുക. ഒന്ന് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റുക. പിന്നെ ചോറ് വേവിക്കുമ്പോഴും അതുപോലെ തന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് വേവിക്കണം കേട്ടോ. ഒരുപാട് ഉപ്പിടേണ്ട ആവശ്യമില്ല, കുറച്ച് ഉപ്പിട്ട് വേവിക്കുക. ഇനി പച്ചക്കറികൾക്ക് ആവശ്യമുള്ള ഉപ്പിട്ടിട്ട് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. നല്ലോണം വഴറ്റിയെടുക്കുക. വേഗം തന്നെ വഴണ്ട് കിട്ടും പച്ചക്കറിയൊക്കെ. പിന്നെ ഈ പച്ചക്കറി എന്ന് പറയുന്നത് ഇപ്പോൾ ബീൻസും ക്യാരറ്റും ക്യാബേജും ഒക്കെ വേഗം തന്നെ വഴണ്ട് കിട്ടുമല്ലോ. അപ്പോൾ ഇതാ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചേക്കണ ബാസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പതുക്കേനെ മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിന് അരി ഉടഞ്ഞു പോകരുത്, ചോറ് ഉടഞ്ഞു പോകരുത്. അപ്പം ഇങ്ങനെ മിക്സ് ചെയ്യുക. ഇനി നമുക്ക് എങ്ങനെയാണ് നല്ല സെഷ്വാൻ ഫ്രൈഡ് റൈസ് ആക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഹാപ്പി മാൻ്റെ ഫ്രൈഡ് റൈസ് ഹോട്ട് ആൻഡ് സ്പൈസി മിക്സ്. അപ്പോൾ ഈ മിക്സ് ചേർത്ത് കഴിഞ്ഞാൽ കറക്റ്റ് നല്ല ഷെസ്വാൻ ഫ്രൈഡ് റൈസ് നമ്മൾ ഹോട്ടൽ ടേസ്റ്റ് തന്നെ വരും. ഇപ്പോൾ പാക്കറ്റും ഉണ്ട്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ കറക്റ്റ് ഉണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിന് നല്ല എരിവുണ്ട്. നമുക്കറിയാമല്ലോ സെഷ്വാൻ ഫ്രൈഡ് റൈസിന് കുറച്ച് എരിവുണ്ടാവുമല്ലോ. അപ്പോൾ ആ എരിവ് ഇതിനുണ്ട്. അത് കാരണം കൊണ്ട് എരിവ് കൂടുതൽ വേണ്ടാത്തവരാണെങ്കിൽ മിക്സ് കുറച്ച് ചേർത്താൽ മതി. പക്ഷേ ആ ഫ്ലേവർ ഉണ്ടല്ലോ, കറക്റ്റ് നല്ല മണമാണ്. ശരിക്കും നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കൂലേ, ആ ടേസ്റ്റും മണവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ മിക്സിൽ തന്നെ കറക്റ്റ് വെളുത്തുള്ളി, ഇഞ്ചി, അതിൻ്റെ പൊടിയൊക്കെ ഉണ്ട്. അത് കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ഇപ്പോൾ വേണ്ട എന്നുള്ളത്. ഇപ്പോൾ ഇതങ്ങോട്ട് ഇട്ട് മിക്സാക്കി കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കണ ആ ഒരു സെഷ്വാൻ ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് തന്നെയുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി കൂടുതൽ ഇടാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ഇട്ട് കൊടുക്കും തോറും കളറും നല്ല റെഡായിട്ട് വരും. അപ്പോൾ എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ സ്പ്രിംഗ് ഓണിയൻ ഗ്രീൻസ് അത് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ സെഷ്വാൻ ഫ്രൈഡ് റൈസ്. വീട്ടിൽ തന്നെ എങ്ങനെയാണ് നല്ല സ്വാദോടു കൂടി ഉണ്ടാക്കുക എന്നുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം.